അപ്പോൾ MDMA കേസിൽ പഞ്ചാബിൽ നിന്ന് അന്താരാഷ്ട്ര ഡ്രഗ് മാഫിയ സംഘത്തിലെ പേരെ പിടികൂടി കേരള പോലീസ്. ടാൻസാനിയ സ്വദേശികളായ 2 പേരാണ് കേരള പോലീസിന്റെ വലയിലായത്. കുന്നമംഗലം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ഇക്കാര്യത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP ഉമേഷിന്റെ പ്രതികരണം കാണാം. ഞങ്ങൾ ചെറിയ കേസ് പിടിച്ച അതിൻ്റെ അടുത്ത ലെയറിലേക്ക് പോയി. അങ്ങനെ വലിയ ഒരു 2 ആൾക്കാരെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ നിന്ന് 270 ഗ്രാം MDMA പിടിച്ചതാണ്. അതിന് 2ാം ലെയറായിട്ട് 2ാമതൊരാളെ പിടിച്ചിരുന്നു. അതിനുശേഷം അതിന് ടോപ്പ് ലെവലിലുള്ള 2 പേരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മലയാളിയായിരുന്നു രണ്ടാമത് പിടിച്ചത്? രണ്ടാമത് മലയാളിയായിരുന്നു. അവരിൽ നിന്നുമാണ് ഈ 2 പേരിലേക്ക് എത്തിയതല്ലേ? ഇതിലേക്ക് പിന്നെ കുറേ ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ എത്തിയതാണ്. പ്രതികളെ അല്പസമയത്തിനും കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിക്കും. രാഹുൽ, സുരേഷ്, സമീർ ബിൻ കെരിയുമാണ് ചേരുന്നത്. സമീർ, എപ്പോഴാണ് ഇവരെ വിമാനത്താവളത്തിലേക്ക് എത്തിക്കുക? എന്താണ് അതിന്റെ ബാക്കി പ്രൊസീജിയർ? ഹാഷ്മി, അല്പസമയത്തിനകം തന്നെ പ്രതികളെ കേരളത്തിലേക്ക് എത്തിക്കും. അല്പസമയത്തിനകം കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് പ്രതികളെ എത്തിക്കുമെന്നുള്ളതാണ് ഈ മെഡിക്കൽ കോളേജ് ACP ഉമേഷ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ പ്രതികളൊക്കെ തന്നെ നിലവിൽ പ്രതികളുമായിട്ടുള്ള വിമാനം കരിപ്പൂരിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഉടൻ തന്നെ പ്രതികളെ പുറത്തേക്ക് എത്തിക്കും. ടാൻസാനിയ പൗരന്മാരായിരിക്കുന്ന 2 പേരെയാണ് നിലവിൽ ഈ കുന്നമംഗലം പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഒരു വനിതയും ഉൾപ്പെടെയുള്ള 2 പേരാണ് പിടിയിലായത്. ഹരിയാനയിൽ വെച്ചാണ് പ്രതികൾ പിടിയിലായത് എന്നുള്ളതാണ് നിലവിൽ ഈ ACP വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കുന്നമംഗലത്ത് വെച്ച് 227 ഗ്രാം MDMA-യുമായി ഒരാൾ പിടിയിലാകുന്നത്. ഇയാൾ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം പോലീസ് നടത്തുകയായിരുന്നു. അപ്പോഴാണ് ഈ ബംഗളൂരു, മൈസൂരു എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഒരു മലയാളി കൂടി പിടിയിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് പിന്നാലെ ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾക്ക് ലഹരി എത്തിച്ചു നൽകിയത് ടാൻസാനിയയിൽ നിന്നുള്ള 2 പേരാണെന്നുള്ള വിവരം ഈ പോലീസിന് ലഭ്യമാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഹരിയാനയിലെത്തി വിശദമായ തെരച്ചിലിനൊടുവിൽ അല്ലെങ്കിൽ അന്വേഷണത്തിനൊടുവിൽ പ്രതികളെ പിടികൂടിയത് എന്നുള്ളതാണ് പോലീസ് നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഉടൻ തന്നെ പ്രതികളെ ഇങ്ങോട്ടേക്ക് എത്തിക്കും. അതിനുശേഷം റോഡ് മാർഗം തന്നെ കോഴിക്കോട് എത്തിച്ചുകൊണ്ട് വിശദമായി ചോദ്യം ചെയ്യും. പ്രതികളിൽ നിന്നും നിരവധി വിവരങ്ങൾ പ്രത്യേകിച്ച് ലഭ്യമാക്കേണ്ടതുണ്ട്. കാരണം എവിടെ നിന്നാണ് പ്രതികൾ ഈ ലഹരി എത്തിച്ചിട്ടുള്ളത്, മാത്രമല്ല ആർക്കൊക്കെ ലഹരി വിതരണം ചെയ്തു, കേരളത്തിൽ മറ്റെവിടെങ്കിലും പ്രധാനമായ ആരെങ്കിലും ലഹരി എത്തിച്ചു നൽകിയിട്ടുണ്ടെന്ന് അടക്കമുള്ള വിശദമായ കാര്യങ്ങൾ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും ഈ അന്താരാഷ്ട്ര ലഹരി കടത്ത് സംഘത്തിലെ മുഖ്യ കണ്ണികളാണ് നിലവിൽ പിടിയിലായതെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നേരത്തെ തന്നെ MDMA-യും ലഹരിയും ഒക്കെ തന്നെ പിടികൂടാറുണ്ടെങ്കിലും അതിന് ഉറവിടത്തിലേക്ക് ഒരിക്കലും തന്നെ അന്വേഷണ സംഘം എത്താറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഈ അന്വേഷണത്തിൽ വളരെ കൃത്യമായി ഉറവിടത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. ടാൻസാനിയയിൽ വംശജരായ 2 പേരെ കസ്റ്റഡിയിലെടുത്ത് കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വിമാനത്താവളത്തിന്റെ പുറത്തേക്ക് പ്രതികളെ എത്തിക്കും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ഹാഷ്മി, സമീറോട് തുടരുക. വിമാനത്താവളത്തിൽ അല്പസമയത്തിനും താൻസാനിയ സ്വദേശികളായ 2 പ്രധാനപ്പെട്ട ഈ പറയുന്ന ലഹരി കാർട്ടലിലെ പ്രധാനപ്പെട്ട 2 പേരാണെന്നാണ് പറഞ്ഞത്. അവരുടെ പേരുവിവരങ്ങളടക്കം അല്പസമയത്ത് നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. എന്തെങ്കിലും FIR ആണ് പ്രേക്ഷകർ കാണുന്നത്.